ഞങ്ങളിപ്പോൾ നെല്ലിയാമ്പതിയിലാണെന്ന് ഈ വ്യൂ പോയിന്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നെല്ലിയാമ്പതിയിൽ ഞങ്ങൾ താമസിച്ച ഒരു പ്രോപ്പർട്ടിയെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. 3 കിലോമീറ്ററോളം ഓഫ് റോഡ് സഞ്ചരിച്ചു വേണം കാട്ടിനുള്ളിലെ ഈ സ്റ്റേയിൽ എത്തിച്ചേരാൻ. കൈകാട്ടിയിൽ ഞങ്ങൾ ഒരു 3 മണിയോടെയാണ് എത്തുന്നത്. അവിടെ ഞങ്ങളുടെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടായിരുന്നു. അവിടെ നിന്ന് ഈ ജീപ്പിലായിരിക്കും നിങ്ങളെ താമസ സ്ഥലത്തേക്ക് എത്തിക്കുക. ചുറ്റും കാപ്പിത്തോട്ടങ്ങളും മനോഹരമായ വന്യതയും എന്നെ വല്ലാതെ ആകർഷിച്ചു. ഇതാണ് തമ്പുരാൻ കാട്. പേരുപോലെ തന്നെ കാടിനുള്ളിലാണ് ഈ താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഒരു വെൽക്കം ഡ്രിങ്കോടെയാണ് അവർ ഞങ്ങളെ വരവേറ്റത്. ഞാൻ ബുക്ക് ചെയ്ത റൂം ഇതാണ്. വളരെ നീറ്റ് ആൻഡ് കംഫർട്ടബിൾ ആണ് ഈ റൂം. വാഷ്റൂമും നല്ല സ്പേഷ്യസ് ആണ്. ഒരു റൂമിന് 6000 രൂപയാണ് ഞാൻ നൽകിയത്. സ്നാക്സ്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവിടെ ചുറ്റും ഞങ്ങൾ ഒന്ന് കാണാമെന്ന് കരുതി. ഈ പ്രോപ്പർട്ടിയിൽ 2 ഗ്ലാസ് വില്ല കൂടിയുണ്ട്. ബേർഡ് വാച്ചിങ്ങിന് ഈ സ്പോട്ട് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഈ അരുവിയോട് ചേർന്ന് തന്നെ ഒരു പ്ലേ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാരംസ്, ടേബിൾ സോക്കർ, സ്നേക്ക് ആൻഡ് ലാഡർ, അങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഗെയിംസ് ഇവിടെ തന്നെ ഉണ്ട്. 4 മണിയോടെ തന്നെ നല്ല ചായയും പഴംപൊരിയും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറച്ചു സമയം ക്രിക്കറ്റ് കളിക്കാമെന്ന് ഞങ്ങൾ കരുതി. സൂര്യാസ്തമയ സമയത്ത് ഇവിടെ നിന്ന് കാട് കാണുമ്പോൾ വളരെ മനോഹരമായി ഞങ്ങൾക്ക് തോന്നി. കുറച്ചു സമയം കാപ്പിത്തോട്ടത്തിലൂടെ ഞങ്ങൾ നടന്നു. അങ്ങകലെ മ്ലാവിന്റെ കരച്ചിൽ ഞങ്ങൾക്ക് കേൾക്കാം. രാത്രി ഗ്രിൽ ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെയുണ്ട്. നല്ലൊരു ഡിന്നർ തന്നെയായിരുന്നു അവർ ഒരുക്കിയിരുന്നതും. രാത്രിയിൽ ഫോറസ്റ്റിലൂടെ ഒരു യാത്ര ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചു. നാടുറങ്ങുമ്പോൾ കാടിന് പറയാനുള്ള കഥകൾ അടുത്ത വീഡിയോയിൽ കാണാം.